ദൈവത്തിന് സ്തോത്രം ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന ദൈവം നമ്മളെ കേൾപ്പിച്ചിരിക്കുകയാണ്. ഇനി തുടർമാനമായി ഞാൻ പ്രസംഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ സാന്നിധ്യത്തിന് കീഴിൽ നാം ഓരോരുത്തരുമായിരിക്കുകയാണ്. ഞാൻ തർജ്ജമ ചെയ്തിരുന്നപ്പോൾ തന്നെ തർജ്ജമ ചെയ്യിപ്പിക്കാതെ അഭിഷേകത്തിന്റെ ശക്തി എന്റെ മൺകൂടാരത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് അവരെ ആരാധിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ സമയങ്ങളെ ഇവൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നാടുകൊണ്ട് പ്രദേശത്തിൽ നിന്ന് ദൈവസഭയിൽ നിന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവിതത്തിലിരിക്കുന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയാണ്. ഡെറാഡൂണിൽ കഴിഞ്ഞ 2013 വളരെ കിടങ്ങിയുടെ വർഷമായിരുന്നു. നോബിയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായതുപോലെ വളരെ ജലപ്രളയത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്ന് വെള്ളത്തിലുമൊക്കെ ഒഴുകി ഇപ്പോഴും ജനങ്ങൾ ഒഴുകി നടക്കുകയാണ്. അങ്ങനെ കിടങ്ങിയുടെ വർഷത്തിൽ 2013 10,000-കണക്കിന് ജനങ്ങൾ നരകത്തിന്റെ കവാടത്തിൽ എത്തി നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ല. ഉത്തരേന്ത്യയോട് പ്രാർത്ഥിക്കണം. അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ ചുമതലയുള്ള യുവാക്കളെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജോലി നാം സേവിക്കുന്ന ദൈവത്തിന്റെ പടയാളിയായി, ദൈവത്തിന്റെ സേനാധിപതിയായി നോർത്ത് ഇന്ത്യൻ മണ്ണിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഇഷ്ടംപോലെ പാസ്റ്റർമാരാണ്, എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പാസ്റ്റേഴ്സ് ഇല്ല, വളരെ കുറവാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് ഉത്തർപ്രദേശിൽ അസ്കർപൂർ എന്ന ദേശത്താണ്. അവിടെ കരണ്ടില്ല, വെള്ളമില്ല, ബാത്റൂമില്ല, ഒന്നുമില്ല, ജനങ്ങൾ മാത്രമുണ്ട്. അവിടെ യേശു ആരാന്ന് ചോദിച്ചാൽ അവർ ചോദിക്കും അവരുടെ കസിൻ ബ്രദറാന്ന് പറയും. അവർക്ക് യേശു ആരാന്ന് അറിയത്തില്ല. യേശു ആരാന്ന് അറിയാത്ത ഒരു കൂട്ടം യുവാക്കളെയും യുവതികളെയും വൃദ്ധന്മാരെയും അവരെല്ലാം പുസ്തകങ്ങളിലേക്ക് നയിക്കുവാൻ ഉത്തരേന്ത്യയോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആദ്യമായി തന്നെ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ സമയം പറയാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗം ഒരു കമ്മ്യൂണിസ്റ്റ് യോഗമായിരുന്നെങ്കിൽ, ഈ യോഗം ഒരു കോൺഗ്രസ് യോഗമായിരുന്നെങ്കിൽ അവരുടെ നേതാവുകളുടെ സ്ഥലത്തെത്തുമ്പോൾ അവരുടെ അണികളിൽ ആവേശമാണ് കിട്ടും. എന്നാൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് യോഗമല്ല, ഇതൊരു കോൺഗ്രസ് യോഗമല്ല. ആകാശത്തെയും ഭൂമിയും കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും സർവശക്തനായ ദൈവത്തിന്റെ യോഗമാണ്. അവനെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുന്നോട്ട് അവനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുന്നോട്ട് അവനെ പറഞ്ഞത് അവന്റെ ഈ ടീച്ചിങ് ഈ ആരാധനാലയം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2013 അവൻ നമുക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ ചെയ്തു. വാഗ്ദത്തങ്ങൾ തരികയും വാഗ്ദത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നങ്ങൾക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. വാഗ്ദത്തങ്ങൾ ചെയ്യുന്ന ദൈവം നിന്റെ കരങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാലങ്ങൾ മാറുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തന ശൈലിക്ക് മാറ്റം വരും കേട്ടോ. 2013 അഭിഷേകം പോരെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2013 അഭിഷേകം വേണ്ടി 2014 പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണം? 2014 നിങ്ങൾക്ക് എന്ത് വേണം? ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ അവരാദ്യം ചെന്നു കണ്ടത് എവിടാന്നറിയാമോ? കനാൻ ദേശത്തല്ല, ചെങ്കടലിലാണ്. ചെങ്കടലിൽ ചെന്ന ജനം, ഇസ്രായേലിൽ നിന്ന് ചെങ്കടലിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ ചെന്ന ജനം അവിടെ ചെന്ന് ഭയപ്പെടാൻ തുടങ്ങി. ചെങ്കടൽ മുമ്പിൽ അവർ പിടിമുറുക്കാൻ തുടങ്ങി. അതാ പുറകിൽ ഫറവോനും സൈന്യവും അവരെ കൊല്ലുവാനായി വരികയാണ്. അതേ അവർ പിടിമുറുത്ത് മോശയെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടി നീട്ടുക. മോശയുടെ കാല് നനഞ്ഞില്ല കേട്ടോ, മോശയുടെ ഉടുപ്പ് നനഞ്ഞില്ലെന്ന്, മോശയുടെ ചെരുപ്പ് നനഞ്ഞില്ല. ഇതാ മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി. പക്ഷെ 40 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ ജനം മോശയുടെ കാലം കെട്ടി യോശുവയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലേക്ക് പോവുകയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലേക്ക് പോകുന്ന ജനം അതാ വീണ്ടും യോർദാന്റെ അരികിൽ നിൽക്കുകയാണ്. യോർദാന്റെ അരികിൽ നിൽക്കുന്ന ഈ ജനം യോശുവയും കാലേബും കൂടി അവർ സംസാരിച്ചു. അവർ പറയുകയാണ്, നമ്മൾ കണ്ടു മോശയുടെ കാര്യമൊക്കെ കണ്ടതല്ലേ, മോശ വടി നീട്ടുന്ന പോലെ നീ ഒരു വടി നീട്ട്. അങ്ങനെ യോശുവ വടി നീട്ടുകയാണ്. പക്ഷെ യോശുവ വടി നീട്ടി ഒന്നും സംഭവിച്ചില്ല. യോശുവയെ മോശയെ കോപ്പി അടിക്കുവാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെ കുറിച്ച് എനിക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. മോശയുടെ വടിയല്ല ഞാൻ നിന്നെ നൽകുന്നത്, നിനക്ക് വേണ്ടി പ്രത്യേകമായ വടി നൽകുകയാണ്. അങ്ങനെ യോശുവ
വളരെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഇതാ ദൈവം അവരോട് പറയുന്നു, പെട്ടകം ചുമക്കുന്ന ദൈവത്തിന്റെ പുരോഹിതന്മാർ സമുദ്രത്തിൽ കാൽ വെക്കുമ്പോൾ അതേ നിന്റെ മേൽ യാതൊരു അഭിഷേകം വഴി നീട്ടുവാനല്ല നിന്റെ മേൽ പെട്ടകമുണ്ടോ പെട്ടകമെടുത്ത് നീ കാൽ വെക്കുമ്പോൾ ചങ്ങലകൾ പിളർന്നു. യേശുവും പുരോഹിതന്മാരും പെട്ടകവുമായി ചങ്ങലയിൽ കാൽ വെച്ചപ്പോൾ യോർദാൻ വറ്റിപ്പോയി. പ്രിയ ദൈവത്തിലെ യോശുവയും മോശയ്ക്കും ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ 2014 ഇടയ്ക്കിടെയുള്ള യോർദാന്റെ നടുവിൽ ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അത് വീണ്ടും ഈ വഴിക്ക് അല്പനാൾ കഴിഞ്ഞ് ഏലിയാവും എലീശയും കടന്നു വരികയാണ്. ഏലിയാവും എലീശയും കടന്നു വന്നിട്ട് ഇങ്ങനെ വെള്ളം മുമ്പിൽ നിൽക്കുകയാണ്. വെള്ളം മുമ്പിൽ നിൽക്കുമ്പോൾ ഏലിയാവും എലീശ പറഞ്ഞു, പണ്ടിത് മോശ വഴി നീട്ടിയപ്പോഴാ പോയെ. യോശുവയോട് പറഞ്ഞു, എലീശയോട് വീണ്ടും പറഞ്ഞു, യോശുവയും പുരോഹിതന്മാരും പെട്ടകം ചുമന്നപ്പോഴാണ് ഇത് പോയത്. പക്ഷെ നമ്മുടെ വഴിയില്ല, എന്തോയില്ല, പെട്ടകവുമില്ല. പക്ഷേ ഏലിയാവ് മോശയ്ക്ക് ഞാനൊരു വഴി കൊടുത്തെങ്കിൽ, യോശുവയ്ക്ക് ഞാനൊരു പെട്ടകം കൊടുത്തെങ്കിൽ, നിനക്ക് ഞാനൊരു പുതപ്പ് തന്നിട്ടുണ്ട്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തന്നു. രണ്ട് രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്നുവെങ്കിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വവും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. എല്ലാവരും ഇരട്ടിപ്പങ്ക്. എലീശയോട് ചോദിക്കുക, നിനക്ക് എന്ത് വേണം? ഏലിയാവിന്റെ ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഏലിയാവിന്റെ പാസ്ബുക്കും അക്കൗണ്ടും മുഴുവൻ സമ്പത്തും എന്റെ പേരിൽ എഴുതിയേക്കാൻ എലീശ പറഞ്ഞില്ല. ഏലിയാവ് പ്രാസംഗികനാണല്ലോ, അതുകൊണ്ട് നിന്റെ പ്രസംഗക്കുറിപ്പല്ല നിനക്ക് തന്നേച്ചതോ. എലീശ പറഞ്ഞില്ല. ഏലിയാവ്, നിന്റെ പ്രവാചക ബൈബിൾ സ്കൂൾ ഉണ്ടല്ലോ, അതിന്റെ നേതാവായി തന്നെ അങ്ങ് തിരഞ്ഞെടുത്ത്. എലീശ പറഞ്ഞില്ല. കഴിഞ്ഞ ഒരായുസ് മുഴുവൻ എലീശയോട് നടന്ന ഏലിയാവിനോട് നടന്ന എലീശക്കറിയാം ഇവന്റെ പാസ്ബുക്കോ ഇവന്റെ അക്കൗണ്ട് ബുക്കോ ഇവന്റെ പാസ്ബുക്ക് ആണ് ഇവന്റെ ശക്തി. ഇവന്റെ അഭിഷേകം അഭിഷേകം അഭിഷേകം. ഏലിയാവിന്റെ മറുപടി എന്നറിയോ? ഏലിയാവിന്റെ മറുപടി, എലീശേ, നീ വളരെ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. നീ ലോകത്തിലേക്കും ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. അതെന്നാ ഏലിയാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അഭിഷേകം ഇത്ര പ്രയാസമുള്ള കാര്യമാണോ? എന്റെ ഏലിയാവേ, എന്റെ എലീശേ, മണങ്കാലുകൾക്ക് മുകളിൽ തലയിട്ട് ഞാൻ രാത്രിയാമങ്ങളിൽ കരഞ്ഞത് നിനക്കറിയത്തില്ല എലീശേ. രാവിലെയും വൈകിട്ടും കാക്ക കൊണ്ടിരുന്ന അപ്പം ഇറക്കി ഭക്ഷിച്ച് ഉച്ചയ്ക്ക് പട്ടിണി കിടക്കുന്നത് നിനക്കറിയത്തില്ല. അതേ ആഹാവിന്റെ രഥങ്ങളും പട്ടാളക്കാരും എന്നെ പട്ടിയപ്പോലെ ഓടിച്ചത് നിനക്കറിയത്തില്ല ഏലിയാവേ. ഇസബേലിന്റെ തല വെക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ ഓടി 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 ദൂരെ ചെന്ന് ഒരു ചൂരച്ചയുടെ നടുവിൽ കിടന്ന് ഉറങ്ങിയത് നിനക്കറിയത്തില്ല. അതേ, നീ അഭിഷേകത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ഒരു വിലയാണ്. അഭിഷേകത്തിന് കൊടുക്കേണ്ട വില, അഭിഷേകത്തിന് കൊടുക്കേണ്ട വില. ഇത് ചുമ്മാ കാര്യമല്ല. ഇത് ദൈവശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ വില കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. കർത്താവിനെ അനുഭവിക്കാൻ തയ്യാറാണോ? നിന്നെ അനുഭവിക്കുവാൻ തയ്യാറാണോ? വിമർശനം ആരംഭിക്കപ്പെടുമ്പോൾ നിന്നെ പറ്റി സകലതും വിലക്കൽ എണ്ണുമ്പോൾ നീ സന്തോഷിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. യേശുവിനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അഭിഷേകം അഭിഷേകം അഭിഷേകം. ആത്മാവിന്റെ പങ്ക്
ആരംഭിക്കുന്നത് എവിടെയെന്നറിയാമോ? അത് ആരംഭിക്കുന്നത് എലീശ അങ്ങ് ദൂരെ 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 ഒരു കാട്ടിൽ അവന്റെ വയലിൽ 24 കാളുകളും 12 കൃഷിക്കാരുമായി അവൻ വയലുടയുമ്പോൾ അവനറിയത്തില്ല അവനവൻ അഭിഷേകം വ്യാപിക്കാൻ പോവുകയാണ്. അവനിങ്ങനെ വയലുടയുകയാണ്. വയലുടയുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി അവന്റെ അടുക്കലേക്ക് വരുന്നു. ആ വ്യക്തിയെ പറഞ്ഞുകൊണ്ട് ആരെന്നറിയാമോ? സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, മകനെ നിന്നെ ഞാൻ എടുക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പ് നീ ഒരുത്തനെ അഭിഷേകം ചെയ്യണം. അങ്ങനെ എലീശ അവന്റെ വയലിൽ ഇങ്ങനെ കാളകളൊക്കെ പൂട്ടിപ്പണിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ വയലിൽ പുറത്തു വീണു അഭിഷേകത്തിന്റെ ബോധത്തിൽ. മക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നീയല്ല അവനെ തെരഞ്ഞെടുത്ത്, അവൻ നിന്നെ തെരഞ്ഞെടുത്ത് ഇതിനകത്തുകൊണ്ട് ആഗ്രഹിക്കുവാനുള്ള കാര്യം ദൈവമക്കൾ നടന്നുപോകുന്നത്. നീയല്ല അവനെ തെരഞ്ഞെടുത്തത്. ദാവീദൊക്കെ പെട്ടകവുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാളവണ്ടിയിൽ കയറ്റി യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാളവണ്ടി നിറഞ്ഞ് പെട്ടകം താഴെ പോയി. പെട്ടകം താഴെ പോകുന്നത് തടയുവാൻ ഉഷാദെ ഒന്ന് പിടിച്ചു. ഉഷാദെ പിടിച്ചപ്പെട്ട സമയത്തറിയാവും കരണ്ട് അടിച്ച് അവൻ മരിച്ചാണ്. പെട്ടകമാണ്. ഉഷാദെ പെട്ടകത്തെ തൊന്നപ്പോൾ അവൻ കരണ്ടടിച്ചു മരിച്ചു. അങ്ങനെ പ്രഭുക്കന്മാരെല്ലാം ഭയന്നു. ദാവീദ് ഭയന്നു. ദാവീദ് വിചാരിച്ചു, ഞാൻ എങ്ങനെയും ഈ പെട്ടകം എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ പ്രഭുക്കന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഭവനത്തിൽ സ്ഥലമുണ്ടോ? പ്രഭുക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ സൗകര്യമില്ല. കാരണം ഈ പെട്ടകം വെച്ച് കൊച്ചുപിള്ളേരെ പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന്. അവൻ തൊട്ടാൽ ചത്തു വീഴും. സോപ്പല്ല ഒരുത്തനും പെട്ടകം വെക്കാൻ തയ്യാറായില്ല. ഒരുത്തനും പെട്ടകം വെക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, അങ്ങോട്ട് ദൂരെ പാവപ്പെട്ടവൻ ആ കുന്നിൻ മുകളിൽ ജീവിക്കുന്നു. അതെ, ഒബേദമെന്ന പാവപ്പെട്ടവൻ കുന്നിന്റെ മുകളിൽ ജീവിക്കുന്നു. അവന്റെ ഭവനത്തിലേക്ക് കൂടിയ പെട്ടകം വെച്ചു. പെട്ടകം നിമിത്തം ഒബേദോമിനെയും അവന്റെ സകലത്തെയും അവന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചത്. പെട്ടകത്തിന്റെ വീട്ടിൽ കാര്യം എന്താണല്ലോ? പ്രഭുക്കന്മാർ ആദരിച്ചോണ്ട്, നേതാക്കന്മാർ ആദരിച്ചോണ്ട് മക്കളെ കെട്ടിക്കാറാൻ അവന് പോരുന്നുണ്ട്. പെൺകൊച്ചിന്റെ കല്യാണ സമയമാകുമ്പോൾ അവൻ തിരിച്ചു പോരുന്നുണ്ട്. കാത്തിരുന്നവരെല്ലാം നിന്റെ കൂടെ ബൈബിളും നോക്കി ഇറങ്ങിയതല്ലാതെ ഒബേദോമിന്റെ കുടുംബത്തെയും സകലത്തെയും ബന്ധുക്കളെ മുഴുവനും പെട്ടകം നിമിത്തം അനുഗ്രഹിച്ചു. ഞാനെന്റെ പ്രസംഗ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. ദൈവത്തിന്റെ ആത്മവിശുദ്ധമായി ആവരിക്കും. സമയം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ പെട്ടകത്തെ തൊട്ടാൽ ദൈവം സകലത്തെ അനുഗ്രഹിക്കുകയാണ്. ദൈവം സകലത്തെ അനുഗ്രഹിക്കുകയാണ്. എലീശയുടെ തെരഞ്ഞെടുപ്പ് ഏലിയാവിൽ നിന്നല്ല ആരംഭിച്ചത്. എലീശയുടെ തെരഞ്ഞെടുപ്പ് എലീശയിൽ നിന്നല്ല ആരംഭിച്ചത്. എലീശയുടെ തെരഞ്ഞെടുപ്പ് യുഗാനുയുഗങ്ങൾക്ക് മുമ്പുള്ള അവനെ അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവമാണ് അവനെ ഓടിപ്പോകട്ടെ. ഒന്നും തന്നെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പെട്ടകം നിമിത്തം ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഈ എലീശ ഇരട്ടി പങ്ക് ചോദിച്ച് ഏലിയാവിന്റെ പുറകെ നടക്കുകയാണ്. ആദ്യത്തെ എലീശ നിൽക്കുന്നത് എവിടെയാണോ? ഏലിയാവ് എലീശയോട് ഗിൽഗാലിൽ വന്നിരിക്കുകയാണ്. ഗിൽഗാൽ എന്താണെന്നറിയാമോ? ഈ ഇസ്രായേൽ മക്കൾ ഇസ്രായേലിലേക്ക് കനാൻ ദേശം പോയ വഴിയാണ് ഗിൽഗാൽ. ഈ ഗിൽഗാൽ ഇസ്രായേൽ മക്കൾ ഇസ്രായേലിലേക്ക് പോയ വഴിയാണ്. അതിന്റെ ഫ്രണ്ടിൽ വന്ന് ഏലിയാവ് എലീശയ്ക്ക് നിൽക്കുകയാണ്. ഏലിയാവ് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ബഥേലിലേക്ക് പോകണം. അപ്പം ഏലിയാവ് എലീശയോട് പറഞ്ഞു, ഗുരു, ഞാൻ നിന്നെ, നീയാണ് ദൈവമാണ്, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ പിന്തുടരും. ഗിൽഗാൽ എത്ര ഘോരമായ കഠിനമായ മേടുകളായാലും അത് നടക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും മോശയെ നടത്തിയ ദൈവം എലീശയെ നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുമെന്ന് എലീശ ദൈവത്തിൽ പറഞ്ഞു. കടന്നുപോകുകയാണ്. വീണ്ടും പോകാൻ എന്ത് ചെയ്യും? അപ്പോൾ ഏലിയാവ്
ഏലിയാവും എലീശയും കൂടെ ഗിൽഗാലിന്റെ ബദലിലേക്ക് പോവുകയാണ്. ഗിൽഗാലിൽ പോകുന്ന വഴിക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മോശയെ അനുഗ്രഹിച്ചതുപോലല്ല, യോശുവയ്ക്ക് കൊടുത്തതുപോലെ അല്ലെന്ന്, ഞാൻ നിനക്ക് സ്പെഷ്യൽ അനാഥിക്ക് വെച്ചിട്ടുള്ളത്. സമയം വളരെ പോയല്ലോ, ഞാൻ എന്റെ പ്രസംഗത്തിൽ കിടക്കുന്നില്ല. മോശയെ അനുഗ്രഹിച്ച ദൈവം, മോശയ്ക്ക് ഒരു സ്പെഷ്യൽ വഴി ദൈവം കൊടുത്തത്. യോശുവയ്ക്ക് ദൈവം ഒരു പെട്ടകം കൊടുത്തത്. ഏലിയാവിന് പുതപ്പ് കൊടുത്ത ദൈവം ഈ 2014 നിന്റെ കരത്തിൽ എന്താണ് തന്നിട്ടുള്ളത്? നീ അടുത്ത് വീശുക, നീ അടുത്ത് വീശുക, നീ അടുത്ത് വീശുക. നിന്റെ പെണ്ണിനെ കെട്ടിക്കാൻ പോവാൻ, നിന്റെ വിഷയം കാണാൻ പോവാൻ. നിന്നെ അവൻ കാലല്ല തലയാണ്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ശബ്ദങ്ങളോട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവം